വാ. ഡബനെ ആ മാല അവിടെ അങ്ങോട്ടെങ്ങാനും മാറ്റിയിട്ടേക്ക്. ആ ശരി അമ്മാവ. വാമേ. എന്തു പറ്റിയടാ നിനക്ക്? പഴയതൊക്കെ നീ അങ്ങ് മറന്നുപോയോ? ഈ അമ്പലമുറ്റത്തിന് എന്റെയും നിന്റെയും മനസ്സിലെറിഞ്ഞു തരാൻ 1000 വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ട്. മറക്കാൻ പറ്റുവോടാ അതൊക്കെ? ഈ അമ്പലവും ഈ അമ്പലത്തിന്റെ ശ്രീകോവിലിൽ വാണരുളുന്ന തൃക്കണ്ണൂർ ശ്രീഭദ്രകാളിയെയും മറക്കാനാവുമോ നിനക്ക്? തൃക്കണ്ണൂർ ശ്രീഭദ്രകാളിയെയും മറക്കാനാവുമോന്ന്? നിന്റെ അച്ഛൻ എങ്ങനെയാണോ അപമാനം സഹിക്കാനാവാതെ, ഈ നാട്ടുകാരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനാവാതെ ഈ മരത്തിൽ തൂങ്ങി മരിച്ചോ, അതുപോലെ ആ ബാലചന്ദ്രനും ഈ മരത്തിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് എനിക്ക് കാണണം. ഈ നാട്ടിൽ നിന്നും നിനക്കും എനിക്കും ഏതു വിധത്തിലാണോ ഓടി രക്ഷപ്പെടേണ്ടി വന്നത്, അതുപോലെ ആ ബാലചന്ദ്രന്റെ കുടുംബവും നേരം പുലരാൻ അവസരം കിട്ടാതെ രാത്രിയുടെ മറവിൽ ഓടി ഒളിക്കേണ്ടി വരണം. നിനക്ക് വിശപ്പറിയാതെ അന്നന്തെന്ന് വളർത്തുന്നതിനൊപ്പം ഞാൻ നിന്റെ മനസ്സിലേക്ക് വിളമ്പിത്തന്ന ഒരു സംഭവമുണ്ട്. അപമാനത്താൽ തൂങ്ങി മരിച്ച നിന്റെ അച്ഛന്റെ കഥ. നീ എന്നിട്ടും അത് മറന്നു കളഞ്ഞല്ല പരമേശ്വര. നിന്റെ രക്തത്തിൽ അരിഞ്ഞു ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആ സ്വഭാവം, ആ പക, പ്രതികാരം മറന്നു കളയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു പരമേശ്വര? ഞാനൊന്നും മറന്നിട്ടില്ല. അമ്മ പറഞ്ഞ ആ കഥ മാത്രമല്ല, ഈ മരത്തിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന എന്റെ അച്ഛന്റെ കാഴ്ച ഒരിക്കലും ഞാൻ മറക്കില്ല. ബാലന്റെ മരണം, എന്റെ ചെങ്ങാതി ബാലചന്ദ്രന്റെ മരണം, അതുതന്നെയാണ് എന്റെയും ലക്ഷ്യം.